നമസ്കാരം. കാഴ്ചയുണ്ടായിട്ടും നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളില്ലേ, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പലതും നമ്മൾ സൗകര്യപൂർവ്വം മറക്കും. അത്തരം ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ലോക പ്രശസ്ത നോവലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പോർച്ചുഗീസ് സാഹിത്യകാരനായ ഹൊസെ സരമാഗോയുടെ ബ്ലൈൻഡ്നെസ്. കഥ തുടങ്ങുന്നത് തിരക്കേറിയൊരു നഗരത്തിലെ ഒരു സാധാരണ ദിവസത്തിലാണ്. ആർക്കും ഒരു പ്രത്യേകതയും തോന്നാത്ത ഒരു സാധാരണ നിമിഷം. അതുവരെ എല്ലാം നോർമലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് കണ്ണ് തുടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തൂവെള്ള നിറത്തിലുള്ള ഒരു പ്രകാശം മാത്രം മുന്നിൽ തെളിയുന്നത്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. ആ നഗരത്തെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒരു മഹാമാരിയുടെ തുടക്കമായിരുന്നു അത്. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ട്രാഫിക് സിഗ്നലില് പച്ചലൈറ്റ് തെളിയാനായി കാത്തു നിൽക്കാണ് ഒരാള്. പെട്ടെന്ന് അയാൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. പക്ഷേ നമ്മൾ സാധാരണ കരുതുന്നതുപോലെ കൂരിരുട്ടല്ല അയാൾ കാണുന്നത്. മറിച്ച് ഒരു പാൽക്കടലിൽ മുങ്ങിപ്പോയതുപോലെ തൂവെള്ള നിറത്തിലുള്ള ഒരു ശൂന്യതയാണ്. ആ നഗരത്തെ കാത്തിരുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത്. അയാളെ സഹായിക്കാനെന്ന വ്യാജേന അടുത്തുകൂടിയ ഒരു അപരിചിതൻ അവസരം മുതലാക്കി അയാളുടെ കാറുമായി കടന്നുകളയുന്നു. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ അന്ധത കണ്ണിന്റെ കാഴ്ചയെ മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനെയും ബാധിച്ചു തുടങ്ങിയിരുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചനയായിരുന്നു ആ മോഷണം. ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോ സർക്കാർ എന്തു ചെയ്തോന്നറിയാമോ? അന്ധരായവരെയെല്ലാം ഒരു പഴയ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിയും മുഴക്കി. അതായത് രോഗികളെ ചികിത്സിക്കുന്നതിന് പകരം അവരെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടുത്താനാണ് അധികാരികൾ ശ്രമിച്ചത്. ഇത് ശരിക്കും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിനു പകരം ആ പ്രശ്നങ്ങളെ അങ്ങ് മൂടിവെക്കാനല്ലേ നമ്മളിൽ പലരും ശ്രമിക്കാറ്. നോവലിലെ ഈ സംഭവവും അതുതന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മനുഷ്യന്റെ ഉള്ളിലെ മൃഗം പുറത്തുവരാൻ തുടങ്ങി. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി അവർ പരസ്പരം പോരടിച്ചു. നമ്മുടെ സംസ്കാരവും മനുഷ്യത്വവുമൊക്കെ എത്ര പെട്ടെന്നാണ് ഇല്ലാതാകുന്നതെന്ന് ആ കാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് സരമാഗു എന്ന എഴുത്തുകാരന്റെ ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ അന്ധത ഒരു രോഗമായിരുന്നില്ല. അത് നമ്മുടെയെല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയും ക്രൂരതയും പുറത്തുകൊണ്ടുവന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു. അപ്പോ എന്താണീ നോവലിലെ യഥാർത്ഥ അന്ധത? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ അന്ധതയ്ക്ക് കണ്ണിന്റെ കാഴ്ചയുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലോ? നമ്മുടെ ചുറ്റും എത്ര അനീതികളും കഷ്ടപ്പാടുകളുമാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും കാണാറില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കും. ആ ഒരു സാമൂഹിക അന്ധത, അതാണ് സരമാഗു ഈ നോവലിലൂടെ വരച്ചു കാട്ടുന്നത്. ഈ നോവലിലെ കഥാപാത്രങ്ങൾക്ക് ആർക്കും പേരുകളില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡോക്ടർ, കള്ളൻ, കറുത്ത കണ്ണട വെച്ച പെൺകുട്ടി എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ കഥയല്ല, ഇത് നമ്മുടെ എല്ലാം കഥയാണ്. ആ കഥാപാത്രങ്ങൾ ചെയ്ത തെറ്റുകൾ ഒരുപക്ഷെ നമ്മളും ചെയ്തേക്കാം. പക്ഷേ ഈ ഇരുട്ടിലും ഒരാൾക്ക് മാത്രം കാഴ്ചയുണ്ടായിരുന്നു. അത് ഡോക്ടറുടെ ഭാര്യയായിരുന്നു. തന്റെ ഭർത്താവിനെ ഒറ്റയ്ക്ക് വിടാതിരിക്കാൻ വേണ്ടി അവർ അന്ധയാണെന്ന് കള്ളം പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അന്ധരുടെ ലോകത്ത് കാഴ്ചയുള്ള ഒരേയൊരാളായി അവർ മാറി. പക്ഷെ ആ കാഴ്ച അവർക്കൊരു അനുഗ്രഹമായിരുന്നില്ല, അതൊരു ശാപമായിരുന്നു. കാരണം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് അവരറിയാതെ പോകുന്ന ഓരോ ക്രൂരതയ്ക്കും ഓരോ അപമാനത്തിനും ഡോക്ടറുടെ ഭാര്യയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നു. അതായത് അവരുടെ വേദന അന്ധതയായിരുന്നില്ല, മറിച്ച് എല്ലാം വ്യക്തമായി കാണേണ്ടി വന്നതിലുള്ള വേദനയായിരുന്നു. ആരും തുണയില്ലാത്ത ആ ലോകത്ത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിർബന്ധിതയായി. ആ കഥയുടെ നെടുന്തൂൺ തന്നെ അവരായിരുന്നു. ഭക്ഷണത്തിനുവേണ്ടി സ്ത്രീകളെ ആവശ്യപ്പെട്ട ഒരു സംഘത്തെ അവർക്ക് നേരിടേണ്ടി വന്നപ്പോൾ ആ നിമിഷമാണ് ഡോക്ടറുടെ ഭാര്യ ഒരു നിർണായക തീരുമാനമെടുക്കുന്നത്. അനീതി വെറുതെ കണ്ടു നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല, അതിനെതിരെ പ്രതികരിക്കണം. അതിനുവേണ്ടി അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നാലും ശരി. അങ്ങനെ ആശുപത്രിയിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അവർക്ക് പുറത്തു കടക്കാനൊരു വഴി കിട്ടി. പക്ഷേ പുറം ലോകം ആശുപത്രിയേക്കാൾ ഭയാനകമായിരുന്നു എന്നവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ആശുപത്രിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. നഗരം മുഴുവൻ അന്ധതയിലായിരുന്നു. ആശുപത്രി ഒരു ചെറിയ ലോകം മാത്രമായിരുന്നു. പുറത്ത് അതിനേക്കാൾ വലിയൊരു ദുരന്തമാണവരെ കാത്തിരുന്നത്. അങ്ങനെയിരിക്കെ എങ്ങനെയാണോ ഇത് തുടങ്ങിയത്, അതുപോലെ നിഗൂഢമായി ഈ അന്ധത അവസാനിക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കായി കാഴ്ച തിരികെ കിട്ടുന്നു.
അതിനൊരു കാരണവുമില്ല, ഒരു വിശദീകരണവുമില്ല. ഒരു പക്ഷേ അതൊരു രണ്ടാം അവസരമായിരുന്നിരിക്കാം, അല്ലേ? പക്ഷേ എല്ലാവരും സന്തോഷിച്ചപ്പോൾ ഇതെല്ലാം കണ്ട ഒരേ ഒരാളായ ഡോക്ടറുടെ ഭാര്യ മാത്രം നിശ്ശബ്ദയായിരുന്നു. അവർ പറഞ്ഞു, ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്തെങ്കിലും പഠിച്ചുവെന്ന് എനിക്ക് തോന്നുന്നില്ല. സരമാകൂ, ഈ നോവൽ അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ആ ചോദ്യം പുസ്തകത്തിലെ കഥാപാത്രങ്ങളോടല്ല, നമ്മൾ ഓരോരുത്തരോടുമാണ്. നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന അനീതികളും കഷ്ടപ്പാടുകളും നമ്മൾ ശരിക്കും കാണുന്നുണ്ടോ? അതോ സൗകര്യപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഇതൊന്ന് ചിന്തിക്കാനുള്ള അവസരമാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്.